അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റൈസാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാം. അധികം സാധനങ്ങളൊന്നും ചേർക്കണ്ട. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അതിൽക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഏലക്കായ, ഗ്രാമ്പു, പട്ട, കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാന് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് വാടി വരുവോളം ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ 4 തക്കാളിയാണ്. അത് മിക്സിയിൽ നല്ലോണം ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തതാണ്. എന്നിട്ട് നമ്മൾ സവാളയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഒന്ന് വെള്ളം വറ്റണ വരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും വേണം. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ ഞാനിതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അറബിക് മസാല പൗഡറാണ്. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഞാനൊരു 4 സ്പൂണ്, ചെറിയ സ്പൂണിനൊരു 4 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല പൗഡർ നല്ലോണം ഒന്ന് വെന്ത് റെഡിയാവണ വരെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരണേ. ഇനി ഞാൻ അതിലേക്ക് 4 ക്യൂബ് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കാൻ പറ്റും, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഞാനതിലേക്ക് ചേർത്തിട്ടുള്ളത് കട്ട് ചെയ്ത ചിക്കനാണ്, ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ്. അതാവുമ്പോൾ അത് നല്ലോണം ഒന്നുണ്ട് വെന്ത് റെഡിയാകുമ്പോൾ ആ റൈസിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. വലിയ വലിയ പീസാവുമ്പോൾ അത് വെന്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ഇത് ചെറിയ പീസാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അത് കാരണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഏകദേശം മസാല ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 കിലോ ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അതിന് ശേഷം അടച്ച് വെക്കാതെ തന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്കൊന്ന് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മസാല കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ മസാല മാറ്റി വെക്കൂലേ. ഇതങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അത് മസാല ഒന്നും വല്ലാതെ ഇല്ലാത്തൊരു റൈസാണ്. നമ്മൾ തക്കാളി ഇതൊക്കെ ജ്യൂസാക്കി ഒഴിച്ച കാരണം ഒക്കെ വെന്ത് നല്ലോണം മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ മസാല ഒന്നും ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചിക്കൻ നല്ലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇറങ്ങും. പിന്നെ ആണെങ്കിൽ ചിക്കൻ്റെ കളറിലും മാറ്റം വരും. ചിക്കൻ നല്ല വെളുത്ത കളറിൽ കിടക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. ഞാൻ തുറന്നിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കണുള്ളൂ. പിന്നെ ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. മാഗി ക്യൂബൊക്കെ ഇട്ട് അതിനനുസരിച്ച് ഉപ്പ് ഇടാച്ചിട്ട് കരുതിയിട്ട് ഞാൻ കുറച്ച് ഉപ്പേ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്ത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചിട്ട് തന്നെ ചിക്കനിൽ നല്ലോണം വെള്ളമുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വെള്ളമായി വരും. അത് കാരണമാണ് തുറന്ന് വെച്ച് വേവിക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ ഒരു ബൗള് അരിയാണ് എടുത്തിട്ടുള്ളത്. സാദാ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1.5 ബൗള് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ബൗള് മതി. ചിക്കൻ്റെ ഇതിൽ വെള്ളം ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോവുക കാരണമാണ് ഞാൻ 1.5 ബൗള് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജീരകശാല അരി നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചതാണ്. വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അരി നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അതിലേക്ക് ഞാനൊരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട, എരിവ് കുറവായ കാരണം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മക്കൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അധികം എരിവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബസുമതി റൈസിലും ഉണ്ടാക്കാം കേട്ടോ. ഈ റൈസിലാണ് മക്കൾക്കൊക്കെ ഇഷ്ടം കാരണമാണ് ഞാൻ ഈ റൈസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ഇത്തിരിയും കൂടി വെള്ളം വറ്റാണ്ട്. കുറച്ച് പുളി കുറവായ കാരണം ഞാൻ 1 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഉണക്കനാരങ്ങ വേണം ഇട്ട് കൊടുക്കുക. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാവാത്ത കാരണം ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റൈസാണ്.
ചിക്കനും തന്നെ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് അതിൽ ഉടഞ്ഞ് നല്ലോണം ഒന്ന് മിക്സായ കാരണം ചോറിന് നല്ല ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു.